ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മത്തി പൊള്ളിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കണ്ടേ? അതിന് മുമ്പായി വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ഇത്തിരി മഞ്ഞൾ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട്, ഒരു തുള്ളി എണ്ണയും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പുരട്ടി വെക്കുക. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മത്തി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് പുരട്ടി വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് പുരട്ടി വെക്കാം. ഇനി നമ്മുടെ മത്തിയെല്ലാം കറിവേപ്പില ഇട്ട് വറുത്തെടുക്കണം. ഇനി മറ്റൊരു കറിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഉലുവ പൊട്ടിക്കുക. അതിലേക്ക് ഒരു വലിയ സവാള ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അത് ചതച്ചിട്ടാലും മതി. എൻ്റെ ഒരു പേസ്റ്റായിട്ടാണ് ഞാൻ വെച്ചിട്ട് അതൊന്ന് അത് ചേർത്തേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി അതെല്ലാം ചേർക്കുക. മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തുള്ളി വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമ്മളതേ വറുത്ത മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം അല്ലൊന്ന് പയ്യെ മത്തി പൊട്ടി പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വളരെ ടേസ്റ്റിയാണ്. വീട്ടിൽ ട്രൈ ചെയ്ത്